അമ്മച്ചിയുടെ അതിനകത്തുണ്ട് കൊച്ചെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും ചെന്ന് ആ പുള്ളിക്കാരത്തിയുടെ അഴിക്കാൻ പറഞ്ഞു. അതിനകത്ത് കൊച്ചുണ്ട്, കൊച്ചിനെ കാണാതെ പോയി, കൊച്ചിനെ നിങ്ങൾ തുണിക്കകത്ത് കിട്ടിക്കൊണ്ട് പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്തയെല്ലാം പറഞ്ഞ് അവിടെ ചെന്ന് എൻ്റെ കുഞ്ഞാച്ചിയൊക്കെ ചെന്ന് ആ പുള്ളിക്കാരത്തിയുടെ തുണി അഴിച്ചു, തുണിയെല്ലാം കെട്ടഴിച്ചു കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥയിൽ എനിക്ക് വെറും 5 വയസ്സും എൻ്റെ ആങ്ങളയ്ക്ക് ഒരു 2 വയസ്സും കേട്ടോ. ഞങ്ങൾ തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പം കഥ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കാണാതെ പോയ ഒരു കഥയാണ് കേട്ടോ. അത് ഭയങ്കര രസമാണ് കേട്ടോ. ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര രസം, അന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയുള്ളൊരു കഥയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള പിള്ളേരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ കാണാതെ പോകുന്നുണ്ട് കേട്ടോ. കാണാതെ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇടുക്കിയിലെ ആൾക്കാരുടെ വീടൊക്കെ അറിയാമായിരിക്കുമല്ലോ, ഒത്തിരി സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുട്ടിനൊക്കെ ആട്ടോ വീട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെ മാത്രം നമ്മുടെ വീട്ടുകാരെല്ലാം അടുത്തടുത്താട്ടോ താമസിക്കുന്നത്. അങ്ങനെ കൊച്ചിന് 2 വയസ്സ് കാണാതെ പോകാനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛയുടെ മൂത്ത പെങ്ങളുടെ മകളെ പ്രസവിച്ചെഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പം അതിൽ ജീപ്പിലാട്ടോ അവർ പോകുന്നത്. അപ്പം അത്രയും നേരം ഞങ്ങളെല്ലാവരും കൂടെ മുറ്റത്തിരുന്ന്, ഞാനും അവനും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. ജിസാപ്പി എന്നാണ് ഞാൻ വിളിക്കുന്നത്, ജിസൻ എന്നാട്ടോ അവൻ്റെ പേര്. ഞാനും കൂടെ ഇരുന്ന് മുറ്റത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അവനൊരു 2 വയസ്സ് കാണും, 5 വയസ്സ്. അപ്പം അമ്മ അന്ന് പണിക്ക് പോയി. അപ്പം ഞങ്ങളെ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പണിക്ക് പോയത് കേട്ടോ. അപ്പം കളിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നിട്ട് ഈ പ്രസവിച്ചെഴുന്നേറ്റ് പോകുന്നവരുടെ കൂട്ടത്തിൽ അച്ഛൻ ജീപ്പേ കയറി പോയി, ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് പോയി. അപ്പം നമ്മുടെ സ്വന്തക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, ആൻറ്റിമാരുണ്ട്, ചാച്ചന്മാരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് അച്ഛൻ അങ്ങോട്ട് കയറി പോയി. അപ്പോൾ അച്ഛക്കിങ്ങനെ കുടിക്കുന്ന ആളാട്ടോ. അച്ഛക്ക് ഇച്ചിരി പൂസുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അന്ന്. അപ്പം അച്ഛൻ എന്നിട്ട് അവരുടെ കൂടെ കയറി പോയെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ കൊച്ചിനെ തപ്പി മടുത്തു കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും സ്വാഭാവികമായിട്ട് എല്ലാ പിള്ളേരെയും കാണാതെ പോകും കേട്ടോ. എല്ലാവർക്കും പേടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു ആറുണ്ട്, പന്നിയാറ് പുഴ കേട്ടോ. സ്വാഭാവികമായിട്ടും എല്ലാവരും പേടിക്കുന്ന ആ ആറ്റിക്കട പിള്ളേർ പോയെന്നാണ് കേട്ടോ. എല്ലാവരും അങ്ങനെയാണ് പേടിക്കുന്നത്. അപ്പം എല്ലാവരും ആദ്യം പോയി ആറ്റ് നോക്കും, എല്ലാ വീടുകളിൽ കൂടെ പോയി നോക്കും, ഒരിടത്തും കൊച്ചുങ്ങളെ കാണുകയില്ല കേട്ടോ. ഈ പിള്ളേർ എന്നെയൊക്കെ കാണാതെ പോയിട്ടുള്ളതാണ്. ഞാനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകൂടി എന്താ പറയുക, പള്ളയരിഞ്ഞും അല്ലെങ്കിൽ കൂട്ടുകൂടിയും അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കളിച്ച് അയൽവക്കം വീട്ടുകളിലൊക്കെ പോയി മിണ്ടാതെ പോയി കഴിഞ്ഞിട്ടാട്ടോ എന്നെയൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ഞാനങ്ങനെ പോയതാണ്. ഈ ചെറുക്കനെ കാണാതെ ജിസാപ്പിനെ കാണാതെ പോയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണാതെ ഞങ്ങളെല്ലാം തിരഞ്ഞു കേട്ടോ. അവിടെയുള്ള എല്ലാ പൊട്ടക്കിണറ്റിക്കടെയൊക്കെ പോയി ഞങ്ങൾ തിരഞ്ഞ് താപ്പി പേർക്കിയിട്ടൊന്നും കൊച്ചിനെ കണ്ടില്ല കേട്ടോ. അപ്പോഴാണ് ഈ പാശം കുത്തുന്ന ഒരു തമിഴത്തി അതിൽ വന്നേ കേട്ടോ. ഈ പാശം കുത്തുക എന്ന് പറഞ്ഞാൽ ഈ പ്ലാവിൻ്റെ ഒരു തരം വെള്ള പൂപ്പലം എന്നല്ല അതിന് പറയുന്നത്, ഒരു പായൽ പോലത്തെ ഒരു സാധനമാണ് ഈ പാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ പുള്ളിക്കാരത്തിയുടെ സാരിയൊക്കെ കൊടുത്ത് അവരുടെ ഇവിടെ മൊത്തം ഇങ്ങനെ സാരി ഇങ്ങനെ മറച്ച്, നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സാരി ഇങ്ങനെ വീർത്തിരിപ്പുണ്ട് കേട്ടോ. ഈ പാശം കുത്തി ഒരു തോട്ടി കണ്ടാണ് വരുന്നത്. പാശം കുത്തി അവരുടെ മടിക്കുത്തി നിറച്ച് ഈ പാശം ഇരിക്കുക. അപ്പോഴത്തേക്കും നമുക്കറിയത്തില്ലല്ലോ കൊച്ചെതിന് പോയെന്ന് അറിയത്തില്ല, എനിക്കറിയത്തില്ല. എന്നോട് എല്ലാവരും ചോദിക്കുന്നത് കൊച്ചെന്തിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല കൊച്ചെന്തിയെന്ന്, ഞാനിങ്ങനെ പറയുമോ. അപ്പം ഞാൻ പറഞ്ഞു ദാ ആ അമ്മച്ചിയുടെ അതിനകത്തുണ്ട് കൊച്ചെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും ചെന്ന് ആ പുള്ളിക്കാരത്തിയുടെ അഴിക്കാൻ പറഞ്ഞു. അതിനകത്ത് കൊച്ചുണ്ട്, കൊച്ചിനെ കാണാതെ പോയി, കൊച്ചിനെ നിങ്ങൾ തുണിക്കകത്ത് കിട്ടിക്കൊണ്ട് പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്തയെല്ലാം പറഞ്ഞ് അവിടെ ചെന്ന് എൻ്റെ കുഞ്ഞാച്ചിയൊക്കെ ചെന്ന് ആ പുള്ളിക്കാരത്തിയുടെ തുണി അഴിച്ചു, തുണിയെല്ലാം കെട്ടഴിച്ചു കേട്ടോ. കെട്ടഴിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വല്ലതും ഉണ്ട്, അതിനകത്ത് പാശമല്ലേ. പുള്ളിക്കാരത്തി പൂരം തെറിയും ഏതാണ്ടൊക്കെ പറഞ്ഞ് പൂരം തെറിയും പറഞ്ഞിട്ട് അത് പുള്ളിക്കാരത്തി കയറി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൊച്ചിനെ തപ്പിയിട്ടും കൊച്ചിനെ കാണുന്നില്ല കേട്ടോ. ലാസ്റ്റ് എൻ്റെ ഒരു അച്ഛയുടെ ഒരു ഇളയ പെങ്ങൾ കയറി ഈ പ്രസവിച്ചെഴുന്നേറ്റ വീട്ടിൽ കയറി ചെന്നു കേട്ടോ. ഇനിയിപ്പോൾ അച്ഛൻ വണ്ടിയിൽ കയറി പോയപ്പോൾ കൊച്ചിനെ എടുത്തുകൊണ്ടെങ്ങാനും പോയാലോ എന്നൊരു ചെറിയൊരു സംശയത്തിൻ്റെ പേരിൽ ആൻറ്റി കയറി ചെന്ന് നോക്കി കേട്ടോ. നോക്കിയപ്പം കൊച്ചവിടെയുണ്ട്. അച്ഛൻ എടുത്തുകൊണ്ട് പോയതാണ് കൊച്ചിനെ. അച്ഛയ്ക്ക് പൂസായതുകൊണ്ട് അച്ഛൻ മിണ്ടിയില്ല. ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് നോക്കാൻ മേലായിരുന്നു കൊച്ചിനെ, നിങ്ങൾ നോക്കാത്തതുകൊണ്ടല്ലേ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ പറഞ്ഞ് കൊച്ചിനെ ഒരു വിധത്തിൽ കണ്ടുപിടിച്ചു കേട്ടോ. കൊച്ചിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വഴക്ക് കൂടിയ ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് വന്ന് സാരമില്ല പോട്ടെ. അപ്പം നമുക്ക് വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കാം, നമ്മൾ കരഞ്ഞു മാറി പോയി നിൽക്കാം കേട്ടോ. അന്നേരത്തേക്ക് എല്ലാവരും പറഞ്ഞു സാരമില്ല പോട്ടെ, ഞങ്ങളറിയാതെ വഴക്കൂടി. എന്നെയല്ലേ വഴക്കൂടുന്നത്, 5 വയസ്സുള്ളെങ്കിൽ അന്ന് 5 വയസ്സിൻ്റെ ഒന്നും ബോധമല്ല, പിള്ളേരെയൊക്കെ നോക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ലപോലെ നോക്കും കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും എന്നെ വഴക്കൂടി. എൻ്റെ സങ്കടത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ പോയി മരിക്കാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ കിണറ്റിലൊക്കെ ചാടാൻ വേണ്ടി പോവാം കേട്ടോ. ഞാൻ മരിക്കാൻ ജീവിക്കണ്ട, എന്നെല്ലാവരും വഴക്കൂടി, ഞാനാ തെറ്റുകാരിയെന്ന് വെച്ച് വഴക്കൂടി എന്നൊക്കെ പറഞ്ഞ് അന്നൊന്നും അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായിരുന്നെന്ന് ഞാനിപ്പോൾ ആലോചിക്കും കേട്ടോ. മരിക്കാനൊക്കെ ഞാനിങ്ങനെ പോയിട്ടോ. അപ്പോൾ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ
ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കഥ. ഇത് ഭയങ്കര അന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടിച്ചൊരു കഥയാട്ടോ. അന്ന് ഇപ്പം ഇത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാച്ചാ.